أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, വീട്ടിലെ ഔഷധങ്ങൾ ഭാഗം 14. ഇന്ന് ഈ ഭാഗത്ത് നാം ചർച്ച ചെയ്യുന്നത് ഈത്തപ്പഴത്തെക്കുറിച്ചാണ്. ഈത്തപ്പഴം നമുക്ക് നല്ലപോലെ അറിയുന്നതാണ്. അറേബ്യൻ മരുപ്രദേശങ്ങളിൽ ധാരാളം വളരുന്ന ഒരു വൃക്ഷമാണ് ഈത്തപ്പന. അതിൻ്റെ കായാണല്ലോ ഈത്തപ്പഴം എന്ന് അല്ലെങ്കിൽ കാരക്ക എന്നൊക്കെ നാം പറയുന്നത്. നല്ല മധുരമുള്ളതും തേനിൻ്റെ നിറത്തിലുള്ളതുമാണ് ഈത്തപ്പഴം. നല്ല മാംസളമായ പഴത്തെ ഈത്തപ്പഴമെന്നും ഉണങ്ങിയതിനെ നമ്മൾ കാരക്ക എന്നൊക്കെ പറയാറുണ്ട്. ഏതോ ആവട്ടെ, ഏറ്റവും നല്ല ഒന്ന് തന്നെയാണ് ഈത്തപ്പഴം എന്നതിൽ യാതൊരു സംശയവും ഇല്ല. അത് പോഷക സന്തുഷ്ടമാണ്. ഈത്തപ്പഴം ഉണങ്ങിയതാണെങ്കിലും പച്ചയാണെങ്കിലും ഒക്കെ, പഴുത്തതാണെങ്കിലും അതിൽ ഇരുമ്പ്, കാൽസ്യം, പൊട്ടാസ്യം, വിറ്റാമിനുകൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. BP നിയന്ത്രിക്കുവാൻ ഏറെ നല്ലതാണ് ഈത്തപ്പഴം. രക്തസമ്മർദ്ദമുള്ളവർ ഇത് കഴിക്കുന്നത് BP നിയന്ത്രിച്ച് നിർത്താൻ ഏറെ നല്ലതാണ്. ഇതുവഴി തലച്ചോറിനെ കാത്ത് സംരക്ഷിക്കുന്നതിനും ഇത് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കാർഡിയോ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണ് ഈന്തപ്പഴം. അലർജി പ്രശ്നങ്ങൾക്കുള്ള നല്ല പരിഹാരമാണിത്. ആസ്തമ പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരവും ഈത്തപ്പഴം തന്നെയാണ്. ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകുന്നതിനും കോൾഡ് പോലുള്ള പ്രശ്നങ്ങൾക്കും ഈത്തപ്പഴം നല്ലൊരു പരിഹാരമാണ്. കോൾഡ്, അലർജി പ്രശ്നങ്ങളുള്ളവർ ഇതുണ്ടെങ്കിൽ ഈ ദിവസവും ഈത്തപ്പഴം കഴിക്കുന്നത് ഇത്തരം രോഗാവസ്ഥകൾ തടഞ്ഞു നിർത്താനുള്ള പ്രതിരോധ ശേഷി നൽകുമെന്നത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. വിളർച്ച രോഗമുള്ള ആളുകൾക്ക് നല്ലൊരു മരുന്നാണ് ഈത്തപ്പഴം. അനീമിയ പ്രശ്നമുള്ളവർ ഈത്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. ഹീമോഗ്ലോബിൻ തോത് വർദ്ധിപ്പിക്കാൻ ഏറെ ഉപകാരപ്പെടുന്ന ഒന്നാണ് ഈത്തപ്പഴം. സ്വാഭാവികമായി അയൺ തോത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നല്ലൊരു മരുന്നാണ് ഈത്തപ്പഴം. എല്ല് തേയ്മാനം പോലുള്ള രോഗങ്ങൾ തടയാൻ ദിവസവും ഈത്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. കോപ്പർ, മഗ്നീഷ്യം, സെലേനിയം, മാംഗനീസ് എന്നിവ എല്ലുകളുടെ ആരോഗ്യത്തിന് ഉത്തമമാണ്. കാൽസ്യം സമ്പുഷ്ടമാണ് ഈത്തപ്പഴത്തിലുള്ളത്. എല്ലിൻ്റെയും പല്ലിൻ്റെയും ബലത്തിന് ഏറെ നല്ലതാണ്. ദിവസവും ഇത് കഴിക്കുന്നത് എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകും. ആൻറ്റി ഓക്സിഡൻറ്റുകളും നല്ല കൊളസ്ട്രോൾ ഉൽപ്പാദനവുമെല്ലാം തന്നെ ഹൃദയാരോഗ്യത്തിന് സഹായിക്കുന്ന ഗുണങ്ങളാണ്. രക്തക്കൊല്ലുകളിൽ തടിഞ്ഞുകൂടിയിരിക്കുന്ന കൊളസ്ട്രോൾ നീക്കി ഹൃദയത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തെ സഹായിക്കുന്ന ഒന്നാണ് ഈത്തപ്പഴം. കാർഡിയോ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരവും കൂടിയാണ് ഈത്തപ്പഴം. വയറിൻ്റെ പ്രശ്നമുള്ള ആളുകൾക്ക് ഏറ്റവും മികച്ച ഒരു മരുന്നാണ് ഈത്തപ്പഴം കഴിക്കുക എന്നുള്ളത്. ദഹനം മെച്ചപ്പെടുത്തുവാൻ വളരെ കൂടുതൽ നല്ലതാണ്. കുടൽ ആരോഗ്യത്തിന് മികച്ച ഒന്നാണ് ഈത്തപ്പഴം. മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ തടയാൻ ഏറെ നല്ലതാണ്. ദിവസവും ഈത്തപ്പഴം കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഏറെ നല്ലതാണ്. ഇതിലെ നാരുകളാണ് ഈ ഗുണം നൽകുന്നത്. ദഹന സംബന്ധമായ പ്രശ്നങ്ങളെങ്കിലും മലബന്ധം പോലുള്ള പ്രശ്നങ്ങളെങ്കിലും ഇത് ദിവസവും കഴിക്കുന്നത് ഏറെ നല്ലത് തന്നെയാണ് എന്ന് പറയേണ്ടതില്ല. ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കോളൻ ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾ തടയുവാൻ സഹായിക്കുമെന്നും വിദഗ്ധന്മാരായ ആളുകൾ പറയുന്നുണ്ട്. ധാരാളം വൈറ്റമിനുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാതുക്കളും എല്ലാം ഈത്തപ്പഴത്തിലുണ്ട്. ഇതുകൊണ്ട് തന്നെ ശരീരത്തിന് ആവശ്യമായ പല ഗുണങ്ങളും ഈത്തപ്പഴത്തിൽ നിന്ന് ലഭ്യമാണ്. ചർമ്മത്തിനും മുടിക്കുമെല്ലാം ഒരുപോലെ സഹായകരമാണ് ഈത്തപ്പഴം. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മത്തിന് ഏറെ നല്ലതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ലിവറിലെ ടോക്സിനുകളെ നീക്കി ലിവർ ശുദ്ധിയാക്കാനും ഫാറ്റി ലിവർ പ്രശ്നമുള്ളവർക്കും വളരെയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈത്തപ്പഴം കഴിക്കുക എന്നുള്ളത്. ഈത്തപ്പഴത്തിലെ വൈറ്റമിൻ ഇ ആണ് ഈ ഗുണം നൽകുന്നത്. കരളിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമാണ് ഈത്തപ്പഴം. ദിവസവും കഴിക്കുകയാണ് വേണ്ടത്. ശരീരത്തിലെ ടോക്സിനുകൾ നീക്കാൻ ഏറെ നല്ലതാണ് ഈത്തപ്പഴം. ഇതിലെ ഫൈബറുകളാണ് ഇത്തരം ഗുണങ്ങളൊക്കെ നമുക്ക് നൽകിത്തരുന്നത്. ചർമ്മത്തിൽ ചുളിവുകൾ വീഴാതെ ചർമ്മകോശങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്ന നല്ല ഒരു മരുന്നാണ് ഈത്തപ്പഴം കഴിക്കുക എന്നുള്ളത്. ഈത്തപ്പഴത്തിലെ വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി എന്നിവ ചർമ്മത്തിന് ഇലാസ്റ്റിസിറ്റി നൽകാൻ ഏറെ നല്ലതാണ്. ഈത്തപ്പഴത്തിലെ ഫൈറ്റോ ഹോർമോണുകൾ
മുഖത്ത് ചുളിവുകൾ വീഴുന്നത് തടയുന്നുണ്ട്. ചർമ്മത്തിന് പ്രായക്കുറവ് തോന്നിപ്പിക്കുന്നു. ചർമ്മത്തിൽ മെലാനിൻ അടിഞ്ഞുകൂടാതെ സൂക്ഷിക്കുന്നതിനാൽ ഈത്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് ചർമ്മ നിറം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. ചർമ്മത്തിന് ചുളിവുകൾ നീക്കാൻ ഏറെ നല്ലതാണ് ഈത്തപ്പഴം. ചർമ്മത്തിന് ചെറുപ്പം നൽകാൻ ഏറെ ഗുണകരമാണ് ഈത്തപ്പഴം. നോമ്പ് കാലത്ത് നമുക്കറിയുന്ന ഒരു വിഷയമുണ്ട്. നോമ്പ് നിൽക്കുന്നതിന് മുമ്പും നോമ്പിന് ശേഷമൊക്കെ നമുക്ക് കഴിക്കുന്ന ഈത്തപ്പഴം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് വളരെയധികം അത്ഭുതകരമായ പഠനങ്ങളാണ് അതിൻ്റെ പിന്നിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ഈത്തപ്പഴത്തിൻ്റെ അത്ഭുത ഗുണങ്ങൾ നമ്മിൽ പലർക്കും അറിയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈത്തപ്പഴത്തിൽ 3 തരത്തിലുള്ള ആൻറ്റി ഓക്സിജനുകൾ അടങ്ങിയിട്ടുണ്ട്. ഫ്രീ റാഡിക്കലുകൾ നശിപ്പിക്കുന്ന നമ്മുടെ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ ഈത്തപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിജനുകൾ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുവഴി നമ്മുടെ ശരീരത്തിന് ഉന്മേഷവും ആരോഗ്യവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ഈത്തപ്പഴത്തിലുള്ള മറ്റൊരു ആൻറ്റി ഓക്സിജനായ കരോട്ടിൻ നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിന് വളരെയധികം ഉപയോഗമാണ് നൽകുന്നത്. ഈത്തപ്പഴം പതിവായി കഴിച്ചാൽ നമ്മുടെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ രക്തമോട്ടം ലെവലാവാൻ സഹായിക്കുന്നുണ്ട്. ശരീരത്തിനെ ക്ഷീണത്തിൽ നിന്നും അകറ്റുവാൻ ഈ ഈത്തപ്പഴം വളരെയധികം സഹായിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് മുസ്ലിങ്ങളായ ആളുകൾ നോമ്പ് സമയത്തൊക്കെ ഈത്തപ്പഴം കൂടുതലായി ഉപയോഗിക്കാനുള്ള ഒരു കാരണം. പകലന്തിയോളം അന്നപാനീയങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ച് സന്ധ്യാസമയത്ത് ആ നോമ്പ് മുറിക്കുന്ന സമയത്ത് കാരക്കയുടെ ഒരു കഷ്ണം അത് കഴിക്കുകയാണെങ്കിൽ ഉദരസംബന്ധമായ അസുഖങ്ങളൊന്നും അവർക്കുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെയാണ് പണ്ടുകാലം മുതൽ തന്നെ മുസ്ലിങ്ങൾ ഈ ഒരു രൂപം കൊണ്ടു നടക്കുന്നത്. നോമ്പ് തുറക്കുന്ന ഭക്ഷണങ്ങളിൽ ഏറ്റവും നല്ലത് ഈത്തപ്പഴമാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഏറ്റവും നല്ലത് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് ഉണങ്ങിയ കാരക്ക എന്ന് പറയുന്ന ഉണക്ക കാരക്ക, അതും ഇല്ലെങ്കിലാണ് വെള്ളത്തിന് സ്ഥാനം കൊടുക്കേണ്ടത്. അപ്പോൾ ഏറ്റവും ആദ്യമായി മുന്തിച്ചിട്ടുള്ളത് ഈത്തപ്പഴം തന്നെയാണ്. ഈ ഒരു പ്രത്യേകത അതിനുള്ളത് കൊണ്ടാണ് ഈത്തപ്പഴം മുന്തിക്കാനുള്ള ഒരു കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദ്യം ഈത്തപ്പഴത്തിൻ്റെ ഒരു കഷ്ണം കഴിക്കുകയാണെങ്കിൽ പിന്നീട് മറ്റ് ആഹാര പദാർത്ഥങ്ങൾ കഴിക്കാനുള്ള പാശ്ചാത്തലം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നതാണ്. അപ്പോൾ ഈത്തപ്പഴം ആദ്യം കഴിക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് മറ്റു ഭക്ഷണ പദാർത്ഥങ്ങൾ വേണ്ട രൂപത്തിൽ നമുക്ക് കഴിക്കാൻ കഴിയുക. ശരീരത്തിൽ വന്നടിയുന്ന വിഷാംശങ്ങളെ പുറത്താക്കി ശരീരം ശുദ്ധിയാക്കാനും രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിക്കുന്നതിലൂടെ പ്രമേഹം തടയാനുമെല്ലാം ഏറെ പേര് കേട്ട ഒന്ന് തന്നെയാണ് ഈത്തപ്പഴം. ഇതിനോടൊപ്പം തന്നെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കാനും ഈത്തപ്പഴത്തിനാകുമെന്നാണ് ഡയറ്റീഷ്യന്മാരായ ആളുകൾ ഉറപ്പ് നൽകുന്നത്. ദിവസവും 3 ഈത്തപ്പഴം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്ന ധാരാളം മാറ്റങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദഹനം മെച്ചപ്പെടുത്തുക എന്നുള്ളത്. എന്നും രാവിലെ തന്നെ വെറും വയറ്റിൽ 3 ഈത്തപ്പഴം കഴിച്ചാൽ അത് ദഹനത്തെ എളുപ്പത്തിലാക്കുന്നു. മാത്രമല്ല ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവും നൽകുന്നുണ്ട്. ആമാശയ ക്യാൻസർ, കുടൽ ക്യാൻസർ ഇതൊക്കെ പ്രതിരോധിക്കാനുള്ളൊരു കഴിവ് ഇങ്ങനെ ദിവസവും 3 ഈത്തപ്പഴം കഴിക്കുകയാണെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. മൂലക്കുരുവിൻ്റെ പ്രശ്നമുള്ള ആളുകൾക്കും നിത്യമായി 2-3 ഈത്തപ്പഴം കഴിക്കുകയാണെങ്കിൽ ആ മൂലക്കുരുവിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിൽ നേടിയെടുക്കാൻ കഴിയും. നല്ലൊരു വേദന സംഹാരി കൂടിയാണ് ഈത്തപ്പഴം. എന്നും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഈത്തപ്പഴം കഴിക്കുന്നത് പല തരത്തിലുള്ള വേദനകളെ ഇല്ലാതാക്കുന്നുണ്ട്. മഗ്നീഷ്യത്തിൻ്റെ കുറവ് ശരീരത്തിൽ നികത്തുന്നത് ഈത്തപ്പഴമാണ്. അതേപോലെ തന്നെ ആൽഷിമേഴ്സ് സാധ്യത കുറയ്ക്കുന്നതിനും ഈത്തപ്പഴത്തിന് കഴിവുണ്ട്. 3 ഈത്തപ്പഴം വെള്ളത്തിലിട്ട് അടുത്ത ദിവസം രാവിലെ അത് കഴിക്കുന്നതാണ് ഈ വിഷയത്തിനൊക്കെ ഏറ്റവും നല്ലത്. ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ഈത്തപ്പഴത്തിന് സാധിക്കുന്നു. ശരീരത്തിലെ കൊഴുപ്പ് കുറച്ച് ഹൃദയാഘാതം പോലുള്ള പ്രശ്നങ്ങളെ ഈ 3 ഈത്തപ്പഴം പ്രതിരോധിക്കുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഗർഭിണികൾ ഈത്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഗർഭിണികളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ഈത്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. സ്വാഭാവിക പ്രസവത്തിന് ഈത്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ് എന്നത് നാം മനസ്സിലാക്കുക. ഗർഭകാലത്ത് സ്ത്രീകൾ ഈത്തപ്പഴം ദിവസേന കഴിക്കുകയാണെങ്കിൽ വയറ്റിലുള്ള കുഞ്ഞ് നല്ല ആരോഗ്യമുള്ള കുഞ്ഞാകും, നല്ല നിറമുള്ള കുഞ്ഞായി തീരുകയും ചെയ്യും. അമിതമായ വണ്ണമുള്ള ആളുകൾ ആ അമിതവണ്ണത്തിനെ കുറയ്ക്കുന്നതിനും ഈത്തപ്പഴത്തിന് കഴിവുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. 69% സ്ത്രീകളിലും പ്രസവത്തിന് ശേഷം അമിതവണ്ണം എന്ന പ്രശ്നമുണ്ടാവാറുണ്ട്.
എന്നാൽ കൃത്യമായി എന്നും രാവിലെ 3 ഈത്തപ്പഴം കഴിക്കുകയാണെങ്കിൽ ഈ പ്രശ്നത്തെ ഇല്ലാതാക്കാൻ കഴിയും. അതേപോലെ തന്നെ പക്ഷാഘാത സാധ്യത ഉള്ള ആളുകൾ അത് പകുതിയിലേറെ കുറയ്ക്കാൻ കഴിവ് ഈത്തപ്പഴത്തിനുണ്ട് എന്ന് മനസ്സിലാക്കി ഈത്തപ്പഴം കഴിക്കുകയാണെങ്കിൽ വളരെയേറെ അത് ഉപകാരപ്പെടും. രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഈത്തപ്പഴം സഹായിക്കുന്നുണ്ട്. നിയന്ത്രണ വിധേയമല്ലാത്ത രക്തസമ്മർദ്ദം അനുഭവിക്കുന്ന ആളുകൾ എന്നും അത്താഴത്തിന് ശേഷം 3 ഈത്തപ്പഴം കഴിക്കുന്നത് രക്തസമ്മർദ്ദത്തെ നിലക്ക് നിർത്താൻ സഹായിക്കുന്നു എന്നത് പ്രത്യേകം മനസ്സിലാക്കുക. ചില ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഈത്തപ്പഴം പ്രമേഹ രോഗികൾ കഴിക്കാൻ പാടില്ല എന്ന്. അത് തെറ്റായ ധാരണയാണ്. ഈത്തപ്പഴത്തിൻ്റെ സ്വാഭാവിക മധുരമാണ്. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്കും ഇത് മിതമായ രൂപത്തിൽ കഴിക്കാം. അതിൽ യാതൊരു വിരോധവും ഇല്ല. ദിവസവും ഈത്തപ്പഴം കഴിക്കുന്നത് പലതരത്തിലെ ആരോഗ്യപരമായ ഗുണങ്ങളും ശരീരത്തിന് നൽകുന്നു എന്ന് മനസ്സിലാക്കുക. അടുപ്പിച്ച് 1 മാസം ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ശരീരത്തിന് പലതരത്തിലുള്ള ആരോഗ്യപരമായ ഗുണങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. 7 കാരക്കയും 14 വേപ്പിലയും 4 നെല്ലിക്കയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ആട്ടിൻ പാലിനരച്ച് ഉരുട്ടി കാലത്ത് കഴിക്കുകയാണെങ്കിൽ ഇൻസുലിൻ ഉപയോഗിക്കുന്ന പ്രമേഹ രോഗിയായാൽ പോലും പ്രമേഹമുക്തനായി തീരുമെന്ന് യൂനാനി വൈദ്യഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ്. കുട്ടികൾ ധാരാളം മിഠായിയൊക്കെ തിന്നിട്ട് പല്ലിന് ദ്വാരം വീണ് പുഴുപ്പല്ലാകുക എന്ന ഒരു പതിവുണ്ട്. അത് സർവ്വസാധാരണയായി നമ്മൾ കാണുന്നതാണ്. എന്നാൽ മിഠായിക്ക് പകരമായി ഈത്തപ്പഴം കൊടുക്കുകയാണെങ്കിൽ പല്ലിന് കേട് സംഭവിക്കുകയില്ല എന്നത് മാത്രമല്ല, കുട്ടിക്ക് ആരോഗ്യവും സർവോപരി നല്ല ബുദ്ധിയും ഉണ്ടായിത്തീരുന്നതാണ്. ഈത്തപ്പഴം ദിവസവും കഴിക്കുകയാണെങ്കിൽ ലൈംഗിക ശക്തി നേടിയെടുക്കാൻ കഴിയും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ കാരക്കയുടെ കുരു അത് പൊടിച്ച് നല്ലെണ്ണയിൽ ചാലിച്ച് നെറ്റിയിൽ പുരട്ടിയാൽ തലവേദനയും ചെന്നിക്കുത്തുമൊക്കെ മാറിക്കിട്ടും. ഇങ്ങനെ തുടങ്ങി ധാരാളം ഗുണങ്ങളുള്ള ഒരു ഔഷധ കലവറ തന്നെയാണ് ഈത്തപ്പഴം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതായിരുന്നാലും കഴിയുന്ന ആളുകളൊക്കെ ദിവസം ഒരു 3 ഈത്തപ്പഴം കഴിക്കുന്ന ശീലം കൊണ്ട് നടന്നാൽ അത് ഒരുപാട് ഉപകാരപ്രദമാണ് എന്ന് മാത്രം പറഞ്ഞ് ഈ വിഷയം ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത തിങ്കളാഴ്ച പുതിയ ഒരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നല്ല ആരോഗ്യപ്രദമായ ശരീരം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.